ഫലസ്തീൻ്റെ വിമോചനത്തിനായി പൊരുതുന്ന ഹമാസിനെ നമുക്കറിയാം. അവർ സ്വാതന്ത്ര്യ സമര പോരാളികളായാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇതേ ഹമാസ് ഒക്ടോബർ 7 ഇസ്രായേലിൽ കടന്നു കയറി മനുഷ്യരെ കൊന്നതുകൊണ്ടല്ലേ ഇസ്രായേൽ സൈന്യം ഗസയിൽ കയറി അക്രമം തുടങ്ങിയത് എന്ന ന്യായീകരണത്തിന് മുന്നിൽ ഹമാസ് അനുകൂലികൾ പോലും പകച്ചു നിന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഹമാസിൻ്റെ ചരിത്രം നമുക്കൊന്ന് നോക്കാം. ഹമാസ് എന്ന സംഘടന ഉണ്ടായതിൻ്റെ തുടക്കത്തിൽ ഇസ്രായേൽ അതിന് സഹായം ചെയ്തിരുന്നു എന്ന് എത്ര പേർക്കറിയാം? അതായത് 1980കളുടെ തുടക്കത്തിൽ ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി ഷെയ്ഖ് അഹമ്മദ് യാസീൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മുജമ അൽ ഇസ്ലാമിയ എന്ന സംഘടനയാണ് പിന്നീട് ഹമാസായി രൂപാന്തരം പ്രാപിച്ചത് എന്ന് ചരിത്രം പറയുന്നു. അതുകൊണ്ട് തന്നെ അതിലെ ഒരു വിഭാഗം ഇന്നും പണിയെടുക്കുന്നത് ഇസ്രായേലിന് വേണ്ടിയാണ് എന്ന് നമുക്ക് ന്യായമായും സംശയിക്കേണ്ടി വരും. പണ്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ സദ്ദാം ഹുസൈനെ വളർത്തിക്കൊണ്ടുവന്ന അമേരിക്ക പിന്നീട് മിഡിൽ ഈസ്റ്റിലേക്ക് കളം മാറ്റി ചവിട്ടിയപ്പോൾ സദ്ദാം വലിയ ശത്രുവും വംശഹത്യാ കുറ്റവാളിയുമായത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ കുവൈത്തിലേക്ക് കടന്നു കയറിയ ഇറാഖ് എന്ന ആ ശത്രുവിൻ്റെ മുന്നിൽ കുവൈത്തിൻ്റെ രക്ഷകനായി അവതരിച്ചുകൊണ്ട് എത്തിയ അമേരിക്ക വളരെ നൈസായി പിന്നീട് മിഡിൽ ഈസ്റ്റിലെ രാജാവാകുന്നതും നമ്മൾ കണ്ടു. ഈ യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചാൽ മറ്റു പല സംഘടനകളെയും പോലെ പിന്നീട് ഹമാസ് എന്ന സംഘടനയിലും വിഭാഗീയത ഉണ്ടാവുകയും അതിലൊരു വിഭാഗം ഇസ്രായേലിനെതിരിൽ ഫലസ്തീൻ്റെ വിമോചനത്തിനായി പ്രവർത്തിച്ചു എന്ന് ചിന്തിച്ചാൽ തന്നെ അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവ് ഇസ്രായേലായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇപ്പോഴത്തെ ടിസ്റ്റുകൾ നമ്മളോട് പറയുന്നതും അതുതന്നെയാണ്. ഗസയെ നശിപ്പിക്കാൻ ഒക്ടോബർ 7 ഒരു ഗൂഢ പദ്ധതിയിലൂടെ ഇസ്രായേലിന് വഴിയൊരുക്കിയതും ഹമാസിലെ ഈ ഇസ്രായേൽ അനുകൂല വിഭാഗമാണ് എന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. ഹമാസിൻ്റെ ചെറുത്തുനിൽപ്പ് എന്ന വ്യാജേനയാണ് ഗസ മുഴുവൻ ഇസ്രായേൽ നിരപ്പാക്കിയത് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കാൻ അല്പം വൈകിപ്പോയി. സത്യത്തിൽ ചെറുത്തുനിന്നത് ഹിസ്ബുല്ലയും ഹൂത്തികളുമാണ്. അവർ ഇപ്പോഴും യുദ്ധരംഗത്ത് തന്നെ ഉണ്ട് എന്നത് അതിനൊരു തെളിവാണ്. ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഹമാസ് എന്നോ നാമാവശേഷമായി പിന്നെ നമ്മൾ കണ്ടതെല്ലാം ഇല്ലാത്ത ശത്രുവിനെ ചൂണ്ടിക്കാണിച്ച് ഗസയെ പൊളിച്ചെടുക്കുന്നതിന് ലോകത്ത് ന്യായീകരണം കണ്ടെത്തുന്ന ഇസ്രായേലിനെ മാത്രമാണ്. ഈയിടെയായി ഇറാനോട് യുദ്ധം നിർത്താൻ പറയുന്ന ഒരു ഹമാസിനെയാണ് ലോകം കാണുന്നത്. ISIS-ഉം അൽ ഖായിദയും ഇസ്രായേൽ അമേരിക്കൻ സൃഷ്ടികളാണെന്ന് ഈയിടെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ഇതോടൊപ്പം കൂട്ടി വായിക്കണം. അപരനായ ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചാണ് ലോകത്ത് പല വംശഹത്യകളും അരങ്ങേറിയത് എന്നതും നമ്മൾ ഇതോടൊപ്പം ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അദ്ദേഹത്തിൻ്റെ സർക്കാരിനുമെതിരെ കടുത്ത വിമർശനങ്ങളുമായി മുൻ ഇസ്രായേലി ഹൈടെക് സംരംഭകനും പ്രമുഖ വ്യക്തിത്വവുമായ സിവ് അഗ്മോൻ രംഗത്തെത്തിയത് ഇപ്പോൾ ഭരണകൂടത്തിന് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. സിവ് അഗ്മോൻ ഒരു കാലത്ത് നെതന്യാഹുവിൻ്റെ വിശ്വസ്തനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഉപദേശകനുമായിരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. 1990കളിൽ നെതന്യാഹുവിൻ്റെ ആദ്യകാല രാഷ്ട്രീയ വളർച്ചയിൽ സിവ് അഗ്മോൻ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു എന്നതും വളരെ ഗൗരവമറിയിക്കുന്ന ഒന്നാണ്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് പൂർണ്ണ ഉത്തരവാദി ബെഞ്ചമിൻ നെതന്യാഹു ആണെന്നാണ് സിവ് അഗ്മോൻ ആരോപിക്കുന്നത്. ഹമാസിനെ വർഷങ്ങളോളം വളരാൻ അനുവദിച്ചതും ഖത്തറിൽ നിന്നുള്ള പണം അവർക്ക് കൈമാറാൻ സൗകര്യം ചെയ്തു കൊടുത്തതും നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു എന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഫലസ്തീൻ അതോറിറ്റിയെ ദുർബലപ്പെടുത്താനും 2 സ്റ്റേറ്റ് സൊല്യൂഷൻ അഥവാ ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന പരിഹാരം ഇല്ലാതാക്കാനുമാണ് നെതന്യാഹു ഹമാസിനെ ഉപയോഗിച്ചതെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന വാദം. സിവ് അഗ്മോൻ തൻ്റെ സുഹൃത്തുക്കളുമായും മറ്റും നടത്തിയ സ്വകാര്യ സംഭാഷണങ്ങളിലെ പരാമർശങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഈ സംഭാഷണങ്ങൾ സിവ് അഗ്മോൻ വിവിധ സന്ദർഭങ്ങളിലാണ് താൻ അതൊക്കെ പറഞ്ഞത് എന്ന് ന്യായീകരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഇസ്രായേലിനുള്ളിൽ വലിയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ്. നെതന്യാഹു സർക്കാരിൻ്റെ വിവാദമായ നീതിന്യായ പരിഷ്കരണങ്ങൾക്കെതിരെ ഇസ്രായേലിൽ നടന്ന പ്രതിഷേധങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു ഈ സിവ് അഗ്മോൻ. ഭരണകൂടം ജനാധിപത്യത്തെ തകർക്കുകയാണെന്നും അഴിമതിക്കാരായ നേതാക്കൾ രാജ്യത്തെ അപകടത്തിലേക്ക് നയിക്കുകയാണെന്നും അദ്ദേഹം നിരന്തരം വാദിക്കുന്നുണ്ട്. ഇസ്രായേലിലെ രാഷ്ട്രീയ അന്തരീക്ഷം നിലവിൽ അതിസങ്കീർണമായതിനാൽ ഇത്തരം പ്രസ്താവനകൾ ഇപ്പോൾ വലിയ വാർത്താ പ്രാധാന്യം നേടുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. ഏതായാലും ലോകത്തെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ നൂറ്റാണ്ടിൽ നടന്ന ഏറ്റവും വലിയ വംശഹത്യയുടെ ആധുനിക രൂപമാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇറാൻ എന്ന വലിയ കടമ്പ കടക്കുന്നതിൽ സയനിസ്റ്റുകൾക്ക് അടിതെറ്റി. പുലി വരുന്നേ പുലി എന്ന് വിളിച്ച് കൂവിയവർ ശരിക്കും
പുലിയുടെ മുന്നിൽ പെട്ടപ്പോഴാണ് ഗസയിലെ 10,000-കണക്കിന് നിരപരാധികൾ അനുഭവിച്ച വേദനകൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കുറേ കാലം നമുക്ക് ജനങ്ങളെ വിഡ്ഢികളാക്കാം, പക്ഷേ എല്ലാ കാലത്തും എല്ലാവരെയും വിഡ്ഢികളാക്കാമെന്ന് കരുതുന്നത് മിഥ്യാധാരണയാണ്.